ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞങ്ങളുടെ ടീം ക്യാബിനറ്റ് UDF ടീം അപ്പം ടീം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപോലെ ഞങ്ങൾ എല്ലാവരും എത്രയോ പതിറ്റാണ്ടായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാ. എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദം. വളരെ ട്രോള് ഞാൻ ആസ്വദിക്കാറുണ്ട്, ഞാൻ വളരെ ഇന്നസെന്റ് ആയിട്ട് പറയാറുണ്ടെങ്കിലും അത് അത്ര ഇന്നസെൻസ് ഉള്ള ഒരു കാര്യമല്ല. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ടുള്ള പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാരിൽ നിന്ന് അവർ വളരെ സൈബർ ആക്ടുകളൊക്കെ വളരെ എന്താണ് നമുക്ക് ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഒരാൾക്ക് പോലും അങ്ങനെ ഒരു നീതി, ഒരു സൈബർ ആക്രമണത്തിനെതിരായ ഒരു സ്ത്രീക്ക് ഏതെങ്കിലും ഒരു ഇതിലൊരു നീതി ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല. അപ്പൊ മിനിസ്ട്രി പറഞ്ഞ പോളിസിയിൽ എവിടെയെങ്കിലും സൈബർ അറ്റാക്കുകൾക്ക്, സ്ത്രീകൾ നേരിടുന്ന സൈബർ അറ്റാക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പോളിസി സത്യത്തിൽ അതുണ്ട്. പക്ഷെ ഞാൻ പറയാം, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. ഏറ്റവും പ്രധാനമുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെയൊക്കെ എന്റെ എന്താ പറയാ മുഖവും ആരുടെയൊക്കെയോ ഉടലുകളോ എത്ര വന്നിട്ടുണ്ട്. പരാതി ആദ്യകാലത്തൊക്കെ നമ്മൾ ആവേശപ്പെട്ട് പരാതി കൊടുക്കും, കാരണം നിയമമൊക്കെ പഠിച്ചിരിക്കുന്നതാ, ഇന്ന സാധ്യതകളുണ്ട്. ഇതൊക്കെ എന്താ പറയാ ജലരേഖയായി മാറിയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ചിലർക്ക് അത് നീതി കിട്ടിയിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് എന്നെ കുറിച്ചുള്ള ആസ് ആൻ ഇൻഡിവിജ്വൽ എൻ്റെ ഒരു വിശ്വാസം, എന്നെ ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഞാൻ എന്താണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇവരെല്ലാവരും ലോകം മുഴുവനും നിന്ന് എന്നെ ഇങ്ങനെ അപമാനിച്ചാലും ഞാൻ അതിലൊന്നും പെടത്തില്ല. മീൻസ് ഞാൻ അങ്ങനെയുള്ള ആളല്ല, എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വാടിപ്പോകില്ല, പറയുന്നത് പറയട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷം കൊടുക്കണമെന്ന് ആഗ്രഹം. ചിലർ നമ്മളെ വിമർശിച്ച് സന്തോഷിക്കും, ചിലർ നമ്മൾ അപമാനിച്ച് സന്തോഷിക്കും. അത് സന്തോഷിച്ചോട്ടെ, ആ സന്തോഷം അവർക്ക് കിട്ടും. ആ ഒരു മനോഭാവമാണ്. അതുകൊണ്ട് നമ്മുടെ ഫാമിലിയും നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ കേരളത്തിൽ എത്ര സ്ത്രീകൾ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു, എത്ര പേരുടെ കുടുംബം പോയി, സ്ത്രീയെ അപമാനിച്ച് എത്ര സ്ത്രീകൾ നമ്മളുമായിട്ട് പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമെന്നതും എനിക്കിനി ജീവിക്കാൻ വയ്യ, ഇനി അവരിങ്ങനെ എങ്ങോട്ടിറങ്ങിയാലും ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോഴെല്ലാം നമ്മൾ അവർക്ക് ആത്മവിശ്വാസം, ആരെങ്കിലും പറയുന്നതൊക്കെയല്ല, നമ്മൾ ബോൾഡായിരിക്കും. ആരെങ്കിലും പറഞ്ഞ് നമ്മുടെ ജീവിതം മാറും. ഒരു മുഴുവൻ കയറി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്ക് നിയമം കൂടെ ഉണ്ടെന്നൊക്കെ ധൈര്യം കൊടുക്കും. പക്ഷേ ആ കൂടെയുള്ളത് എന്താ പറയുക, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ മറ്റുള്ളവർ അതിന്റെ പങ്കുപറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചട്ടക്കൂടിൽ വരുത്തിക്കൊണ്ട് എത്ര പേരുടെ ജീവിതമാണ് തകർക്കുന്നത്. സ്ത്രീകളുടെ, പുരുഷന്മാരെ അപമാനിക്കുന്നുണ്ട്. പുരുഷന്മാർ ഭൂരിപക്ഷവും അതിനെ അതിജീവിച്ച് നിൽക്കാനുള്ള ഒരു രീതി അവർ കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ഉണ്ടാകുന്നുണ്ട് എത്ര സ്ത്രീകൾ. തീർച്ചയായും കേരളത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് അക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തുന്ന സർക്കാർ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ, ഞാൻ കഴിഞ്ഞ എന്നായിരുന്നു നമ്മുടെ ജൂലൈ 6-ാം തീയതി ആയിരുന്നു ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം. ഞാൻ ഒരുപാട് സ്കൂളിൽ, എൻ്റെ മണ്ഡലത്തിൽ ഒരുപാട് സ്കൂളിൽ ഒരു സ്കൂളിൽ പോയപ്പം ഞാനൊന്നും അറിയുന്നില്ല, അവിടെ ഇരിക്കുന്ന ഒരാൾ, ആളിലൊന്നും പറയുന്നില്ല, ഒരാൾ ഫോട്ടോ എടുക്കുക. അപ്പൊ തൊട്ട് ബാക്കിക്കുന്ന ആൾ കാണുന്നത് എൻ്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പൊ തന്നെ പിന്നെ അടുത്ത് നിന്ന് ആള് പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആള് വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആള് പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡിയുണ്ട്, ബോഡി പാർട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ മുഖമില്ലാതെ ബോഡി ഉണ്ട്. അപ്പൊ മിനിസ്റ്ററായ എന്റെ ഫോട്ടോ അങ്ങനെ പിന്നെ അത് വലിയ വിഷയമാക്കി അയാൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബന്ധപ്പെട്ട മാനേജ്മെന്റിനെയൊക്കെ അറിയിച്ചു, അത് വിഷയമാക്കി. അപ്പൊ ഞാനോട് ചോദിക്കും, ഒരു മിനിസ്റ്ററായ, സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ എന്റെ ബോഡി അങ്ങനെ ഫോട്ടോ എടുക്കാൻ പബ്ലിക് പ്ലേസിൽ ധൈര്യമുള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും, അത് ആളുകളോട് എങ്ങനെ, അധ്യാപകരോട് എങ്ങനെയായിരിക്കും? അതികർശന, സാധാരണ ആരും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല ഞാൻ, പക്ഷെ അതികർശന നടപടി എടുക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായും ഈ കാര്യത്തിൽ അത് ഞങ്ങൾ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ കണ്ട കാരണം അവരും കൂടെ വേണ്ടുന്നതാ. പറയണ്ട, കൊല്ലത്തെ സ്കൂൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ, സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത് മാത്രം പ്രചരിപ്പിക്കുന്ന ചില ഓൺലൈൻ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്ങിന്റെ അപ്പുറത്തേക്ക് ഒരു ഹറാസ്മെന്റ് ആണ്. അതിനെതിരെ നിയമനിർമ്മാണത്തിന് എന്തെങ്കിലും സർക്കാർ അല്ല, അതിനോടൊപ്പം തന്നെ പറയാം, ചില ഫോട്ടോ ക്യാമറ ഒക്കെ എടുക്കുമ്പോഴേ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് എങ്ങനെയാണ് അവര് എങ്ങനെ മനുഷ്യരെ അങ്ങനെ കാണാൻ കഴിയുന്നെന്ന് അറിയുന്നില്ല. സ്ത്രീയായിട്ട് കാണുന്ന വ്യക്തിയല്ലേ,
കൂട്ടത്തിൽ ഈ അവിടുന്ന് അതിനൊപ്പം തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമാണ് അവരുടെ ശരീരം സ്വകാര്യ എന്ന് പറയുന്ന അവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം. എങ്ങനെയാണ് സർക്കാർ അതിനെ ഒരു നിയമനിർമ്മാണത്തിൽ ഒരു സംശയം വേണ്ട, സർക്കാർ അതിന്റെ സാധ്യതകൾ ആലോചിക്കുകയാണ്. ഈ പറയുന്ന പോലെ സെലിബ്രിറ്റികളുടെ ചടങ്ങുകൾ നടക്കുന്നിടത്ത് അത് നമ്മൾ 2-3 സ്ഥലത്ത് ഇപ്പൊ കണ്ടു. വലിയ വലിയ പ്രയാസമായിട്ട് വരുന്നത് വളരെ ഗൗരവമായി തന്നെ സർക്കാർ എടുക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം പാർട്ടിക്കകത്തും ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശീയ തലത്തിലാണെങ്കിലും നീതി ലഭിക്കാതെ പാർട്ടി വിട്ടുപോയ പരാതിപ്പെട്ടവരെല്ലാം ഉണ്ടായിട്ടുണ്ട്. ചട്ടപ്രകാരം അല്ലെങ്കിലും ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി പോലുള്ള ഒരു സംവിധാനം രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് വേണം എന്നപ്പോഴേക്കും തോന്നുന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പാർട്ടിക്കകത്ത് വളരെ ശക്തമായി പുറത്ത് നിലപാടെടുക്കേണ്ട സമയത്ത് പുറത്ത് നിലപാടെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ രാഷ്ട്രീയം നോക്കാതെ, ഒരിക്കലും സ്ത്രീകൾക്കെതിരെ വരുന്ന അതിക്രമത്തിൽ ഞാനൊന്നും രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ആ കാര്യത്തിൽ തീർച്ചയായും അത് പരിഗണിക്കും. ചോദിക്കട്ടെ, ലതിക സുഭാഷിനെ തിരികെ കൊണ്ടുവരാൻ നടപടി ഉണ്ടാവുമോ? എനിക്കറിയില്ല, അങ്ങനെ ഇങ്ങോട്ടും പറഞ്ഞില്ല അങ്ങോട്ടും പറഞ്ഞിട്ട് എന്റെ അറിവിലില്ല. അതൊക്കെ പാർട്ടി കാര്യങ്ങൾ പാർട്ടി നേതൃത്വം പറയും. ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണ്. അറിയാലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ. അതെ, അത് ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പം പലരും കാണാൻ വരുന്നില്ല, ഓരോരുത്തർ കാണാൻ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിലേക്ക് സാധ്യതകൾ ആരായുകയും ചെയ്യുന്നു. ഒരു ദിവസം ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ഒരു ഫാമിലി, അത്യാവശ്യം ചെറുപ്പക്കാരി എന്ന് തോന്നുന്ന ഒരു മുത്തശ്ശി വന്നു. അവരൊക്കെ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നത്, എൻ്റെ മോള്, ആ മോളിൽ 2 പൊടി കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് ഈ കുഞ്ഞുങ്ങള് വഴിയാതാരാ. അപ്പൊ മോളവിടെ പോയി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് മരണപ്പെട്ട അങ്ങനെയല്ല, മോള് മറ്റൊരാളോടെ പോയി. മറ്റൊരാളെന്ന് പറയുന്നത് കുറച്ച് ഡ്രഗ്സ് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മോൾ അതിൽ പെട്ടിരിക്കുക. അപ്പൊ അമ്മയുടെ ആവശ്യം, അമ്മയ്ക്ക് വലിയ അസുഖമാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞുങ്ങൾ അനാഥമാണ്. അപ്പോൾ ആ മോളെ അതിൽ നിന്നും ഈ ഡ്രഗ്സിന്റെ പിടിയിൽ നിന്ന് പിടിച്ചൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ അവൾ മക്കളെ ഏൽക്കും. ഇതാണ് ആവശ്യം. ഇത് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ വേറെ അടുത്ത് ചെന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ടും മോൾ ഓടിപ്പോയി, കുട്ടികളുടെ അമ്മ ഓടിപ്പോയി ആ വഴിക്ക് പോട്ടെ എന്ന് സമൂഹം ചിന്തിക്കും. അതല്ല, ആ ഇങ്ങനെ വരുന്നവരുടെ ഞാൻ പറയുന്നത്, കേരളത്തിൽ എത്ര എടുത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഈ ഒറ്റപ്പെട്ടതെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ബ്രേക്കപ്പ് ഫാമിലീസ് ഇത്തരം വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം വിഷയങ്ങളുണ്ട്, സ്ത്രീകളുടെ സുരക്ഷിതത്വം വിഷയങ്ങളുണ്ട്, നേരത്തെ ഗവി പോലുള്ള സ്ഥലത്തുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്തരം കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ശാസ്ത്രീയവും നിയമപരവുമായ ഒരു ചട്ടക്കൂട് ആവശ്യമാണ്. അതാണ് വകുപ്പ് രൂപീകരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത്.